ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ചെമ്പരപ്പൂവിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ടി വിയിൽ വരുന്നതിന് മുന്നേ കഥ ചുരുക്കത്തിൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. അപ്പോൾ ഇന്നത്തെ കഥ തുടങ്ങുന്നത് നമ്മുടെ ഇന്നലെ കഴിഞ്ഞിടത്ത് തന്നെ നമ്മുടെ രേവതിയുടെ അമ്മയും ദേവും ഒക്കെ വന്നിട്ടുണ്ട്. എന്നിട്ട് സുഖവിവരങ്ങളൊക്കെ അന്വേഷിക്കും. രവി അച്ഛൻ്റെയും ശരത്തിൻ്റെയൊക്കെ സുഖവിവരങ്ങളൊക്കെ അന്വേഷിക്കും ഇന്നലെ പറഞ്ഞ പോലെ തന്നെ. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ശരത്തിൻ്റെ കാര്യം പറയുമ്പോൾ നമ്മുടെ ചന്ദ്രമതി ചോദിക്കും, നിൻ്റെ അനിയൻ ദേവുവിനോട് ചോദിക്കുന്നത്, നിൻ്റെ അനിയൻ എന്തെങ്കിലും പറഞ്ഞിരുന്നോ, സത്യം എന്തെങ്കിലും പറഞ്ഞിരുന്നോ? സച്ചിയൊന്നും പറയില്ല, നിൻ്റെ അനിയൻ എന്തെങ്കിലും പറഞ്ഞിരുന്നു ചോദിച്ചു. അപ്പോൾ എന്ത് പറയാൻ വേണ്ടിയിട്ടെന്ന് പറയും. അപ്പോൾ അല്ല, അടി കിട്ടിയതിൻ്റെ കാരണം, കൈ കുടിച്ചതിൻ്റെ കാരണം എന്തെങ്കിലും പറഞ്ഞിരുന്നു എന്ന് പറയും. അപ്പോൾ ദേവ് പറയും, അത് സച്ചിയേട്ടൻ്റെ ഫ്രണ്ടും ശരത്തിൻ്റെ ഫ്രണ്ടും തമ്മിലുള്ള എന്തോ പ്രശ്നത്തിൽ ഇടപെട്ടിട്ട് സച്ചിയേട്ടൻ അങ്ങനെ പറയും. അപ്പോൾ അത് എനിക്ക് തോന്നുന്നില്ല, ഇതൊരിക്കലും ഞാൻ വിശ്വസിക്കില്ല, ഇത് കള്ളത്തരമാണ്, വേറെ എന്തോ ഒരു കാരണമുണ്ട് എന്നിങ്ങനെ ചന്ദ്രമതി പറയും. അപ്പോൾ ശരത്ത് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് ചന്ദ്രമതി പറയും. അപ്പോൾ നമ്മുടെ രേവതിയുടെ അമ്മ പറയും, ശരത്ത് അങ്ങനെയൊന്നും ചെയ്യില്ല, അവനിപ്പോൾ പഠിക്കുന്ന കുട്ടിയാണ്, അവൻ അങ്ങനെയൊന്നും ചെയ്യില്ല, സച്ചി എന്തെങ്കിലും സച്ചി വെറുതെ എന്നിങ്ങനെ പറയും. അപ്പോൾ ചന്ദ്രമതിക്ക് അത് പിടിക്കില്ല. അപ്പോഴത്തേക്ക് രേവതി പറയും, അമ്മയും ദേവും അതൊക്കെ കഴിഞ്ഞ ആരിലെ വിടുമെന്ന് പറഞ്ഞിട്ട് അമ്മയും ദേവും ഇപ്പം എന്തിനാ വന്നതെന്നുള്ള കാര്യം പറയാമെന്ന് പറയും. എന്തിനാ വന്നതെന്ന് ചോദിക്കും. അപ്പോൾ ഇങ്ങനെ പറയും, അത് രേവതിയുടെ അച്ഛൻ മരിച്ചിട്ട് നാളത്തേക്കൊരു വർഷമാണ്, നാളെയാണ് ആണ്ട്, അതിനുവേണ്ടി എല്ലാവരെയും ക്ഷണിക്കാൻ വേണ്ടി വന്നതാണെന്നുള്ള കാര്യം പറയും. അപ്പോൾ രവി അച്ഛന് ഭയങ്കര ഫീലാവും, ഇമോഷണലാവും. പണ്ടത്തെ ആ ഒരു ബസ് ഇടിച്ച കാര്യങ്ങളൊക്കെ, ആ ആക്സിഡൻ്റായ കാര്യങ്ങളൊക്കെ ഇങ്ങനെ മനസ്സിലിങ്ങനെ ഓടും. എല്ലാവർക്കും സങ്കടവും. എന്നിട്ട് ഒരു വർഷമായല്ലേ എന്നിങ്ങനെ രവി അച്ഛൻ പറയും. എത്ര പെട്ടെന്ന് ഒരു വർഷമായല്ലേ. ഇപ്പോഴും എന്താ പറയുക, അന്ന് എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. അന്ന് ഞാൻ ബ്രേക്ക് പിടിച്ചിരുന്നെങ്കിൽ, ഒന്ന് ചവിട്ടിയിരുന്നെങ്കിൽ, ബസ് ചവിട്ടി നിർത്തിയിരുന്നെങ്കിൽ ഇന്ന് ആ നല്ല മനുഷ്യൻ കോവിലായിരുന്നു, ഇവിടെ ഉണ്ടാവുമായിരുന്നു. ഇപ്പോഴെനിക്ക് ആ കുറ്റബോധം ഉണ്ട്, എൻ്റെ മനസ്സിൽ നീറി കിടക്കുന്നുണ്ട്. രേവതി എന്ന് വിളിച്ചിട്ടാണ് എൻ്റെ കയ്യിൽ നിന്നൊക്കെ പറഞ്ഞിട്ടിങ്ങനെ ആ കാര്യങ്ങളൊക്കെ ഓർത്തുകൊണ്ട് രവി അച്ഛൻ ഇങ്ങനെ സങ്കടപ്പെട്ടുകൊണ്ട് പറയും. ബാക്കി എല്ലാവർക്കും അത് പറയുമ്പോൾ സങ്കടവും. പക്ഷേ ചന്ദ്രമതിക്ക് സങ്കടമാവില്ല. ചന്ദ്രമതി പറയും, നിങ്ങളെന്തിനാ അതിനെ കുറ്റബോധപ്പെടുന്നത്? വലിയ എന്തോ ഒരു കുറ്റം, നിങ്ങൾ കുറ്റം ചെയ്ത പോലെയാണല്ലോ നിങ്ങൾ കുറ്റബോധം ഉണ്ടെന്ന് പറയുന്നത്. നിങ്ങളെന്ത് ചെയ്തു? നിങ്ങൾ ബസ് ഓടിച്ചുകൊണ്ട് വരുമായിരുന്നു, നിങ്ങളുടെ മുന്നിൽ അദ്ദേഹം ചാടിയതിനിപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമായിരുന്നു? അപ്പോൾ ഇതൊക്കെ പറഞ്ഞിട്ട് രേവതിക്ക് ദേഷ്യം വരും. എന്നിട്ട് നിങ്ങൾ എന്തിനാണ് എന്നോട് ചോദിക്കാതെ ഇങ്ങോട്ടേക്ക് വന്നത്? ഇവർ കറുത്ത മുഖം, ഇവിടേക്ക് നിങ്ങൾ വന്നതിന് ഇവർ കറുത്ത മുഖം കാണിക്കുന്നത് നിങ്ങൾക്ക് അറിയില്ലേ? അറിഞ്ഞു വെച്ചുകൊണ്ട് പിന്നെ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നത് എന്നൊക്കെ പറയും. അപ്പോൾ ക്ഷണിക്കാൻ വേണ്ടി വന്നെന്നുള്ള കാര്യം. എന്നിട്ട് രേവതി ഇങ്ങനെ അവർ രണ്ടാളും എണീപ്പിച്ച്, ദേഷ്യത്തോടെ തന്നെ എണീപ്പിച്ചിട്ട് വാ വീട്ടിലേക്ക് പോയിട്ട് രണ്ടാളും വീട്ടിലേക്ക് പോകുന്നിട്ട് ഇതാക്കാൻ നോക്കുമ്പോൾ നമ്മുടെ രവിയച്ഛൻ പിടിച്ചു നിർത്തും. രേവതി, നീ ദേഷ്യപ്പെടല്ലേ, നീ എന്തെങ്കിലും കാണിക്കുന്നു എന്നിട്ട് ലക്ഷ്മി അവിടെ ഇരിക്കി, അതൊക്കെ വിട്, നീ അവൾ പറയുന്നത് കാര്യമാക്കണ്ടെന്ന് പറയും. പിന്നെയും ഇങ്ങനെ സങ്കടം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, എനിക്ക് അത് ഓർക്കാൻ കൂടി വയ്യ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. എന്നിട്ട് രേവതിയുടെ അമ്മ ഇങ്ങനെ അത് ക്ഷണിക്കാൻ വേണ്ടി വന്നതാണ്, ക്ഷണിക്കേണ്ട കടമ നമുക്കാണെന്നൊക്കെ ഇങ്ങനെ പറയും. എന്നിട്ട് ചന്ദ്രമതി പറയും, നിങ്ങളെന്തിനാ ഇതൊക്കെ വന്നിട്ട് ഇവിടെ പറയുന്നത്? നിങ്ങൾ നിങ്ങളുടെ ആ ചടങ്ങ് നടത്തുമോ എന്തോ ചെയ്യും, പക്ഷേ നിങ്ങളെന്തിനാ അത് ഇവിടെ വന്നിട്ട് പറയുന്നത്? രവിയേട്ടന് സുഖമില്ലെന്നറിയില്ലേ, ഇതൊക്കെ പറഞ്ഞിട്ട് വിഷമിപ്പിക്കണോ എന്നൊക്കെ ഇങ്ങനെ ചന്ദ്രമതി വീണ്ടും പറയും. ഇങ്ങനെ എന്തോ ചെയ്യുന്നൊക്കെ പറയും. എന്നിട്ട് അന്ന് അദ്ദേഹത്തിന് അങ്ങനെയൊന്നും സംഭവിച്ചില്ലായിരുന്നു എങ്കിൽ ഇന്ന് ഇവിടെ പലതും നടക്കില്ലായിരുന്നു, ഈ വീട്ടിൽ പലതും ഉണ്ടാവില്ലായിരുന്നു. എന്നിട്ട് രേവതിയെ നോക്കിയിട്ട് പറയും, നീ ഇവിടെ ഉണ്ടാവില്ലായിരുന്നു എന്നിങ്ങനെ പറയും. അപ്പോൾ രവി അച്ഛന് ഭയങ്കര ദേഷ്യം പിടിക്കും. എന്നിട്ട് ചന്ദ്രമതിയിൽ നിർത്താൻ വേണ്ടി പറയും. രേവതിക്കും എല്ലാവർക്കും ഭയങ്കര സങ്കടം. എന്നിട്ട് എന്നെ എന്ത് വേണം പറഞ്ഞോട്ടെ, വെറുതെ എന്തിനാ എൻ്റെ അച്ഛൻ എന്തിനാ ഇവരിങ്ങനെ പറയുന്നത്, വെറുതെ ഇല്ലാത്തത് എന്തിനാ ഇങ്ങനെ പറയുന്നതെന്നൊക്കെ പറഞ്ഞിട്ട്, എന്തിനാ വെറുതെ വിഷമിപ്പിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയും. എന്നിട്ട് ചന്ദ്രമതിയോട് ദേഷ്യപ്പെട്ടിട്ട്, നീ ഇവിടെ എണീച്ചു പോകുമെന്ന് ഇങ്ങനെ പറയും. അപ്പോൾ ചന്ദ്രമതി പറയും, ഇപ്പം നിനക്ക് തൃപ്തിയായല്ലോ? രേവതിയെ നോക്കിയിട്ട് പറയും, എനിക്ക് തൃപ്തിയായല്ലോ, സമാധാനമായല്ലോ, ഇതന്നെയാണ് നിന്നെ സച്ചി തലയിൽ കേട്ടിട്ട് പിന്നെ പെട്ടെന്ന് താഴെയിടുന്നത്, ഇതുകൊണ്ട് തന്നെയാണ് എന്നൊക്കെ പറയും. അപ്പോൾ രവിയച്ഛൻ പറയും, സച്ചി ഇപ്പോഴും ഇവിടെ തലയിൽ തന്നെ വെച്ചിരിക്കുന്നത് എന്ന് പറയും, അതിനൊന്നും ഒരു കുറവുമില്ല എന്ന് പറയും, നീ ഇവിടെ എണീച്ച് പോകുമെന്ന് പറയും. എന്നിട്ട് ചന്ദ്രമതി ദേഷ്യത്തോടെ എണീച്ച് പോകും. അങ്ങനെ എന്നിട്ട് പിന്നെ നമ്മുടെ രേവതിയുടെ അമ്മ ഇങ്ങനെ പറയും, എന്തായാലും എല്ലാവരും വരണം എന്ന് പറയും. നാളെ സച്ചിയോടും കൂടെ പറയാമെന്ന് വെച്ചിട്ടാണ് വന്നത്, പക്ഷേ സച്ചി ഇവിടെ ഇല്ലല്ലോ, സച്ചിയോട് പറയണേ എന്ന് പറയും. അങ്ങനെ അതവിടെ കഴിയും. എന്നിട്ട് അവരിറങ്ങുമെന്ന് പറഞ്ഞിട്ട് ഇറങ്ങി മുറ്റത്ത് നിൽക്കുമ്പോൾ ഇങ്ങനെ രേവതി പറയും, നിങ്ങൾ എന്തിനാ, ഇതുകൊണ്ടാണ് ഞാൻ എന്നെ വിളിക്കാതെ വരരുത് എന്ന് പറയുന്നത്, ഇതുകൊണ്ടാണ്, ഇനി വിളിക്കാതെ വരണ്ട എന്നൊക്കെ പറയും. അപ്പോൾ ദേവ് പറയും, എന്ന് വെച്ചിട്ട് ഇതിന് ക്ഷണിക്കാതിരിക്കാൻ പറ്റുമോ ചേച്ചി എന്ന് പറയും. അപ്പോൾ രേവതിയുടെ അമ്മയും പറയും, ക്ഷണിക്കേണ്ട കടമ നമ്മുടേതാണ്, അത് നമ്മൾ ചെയ്തു, ബാക്കിയൊന്നും ഇതാക്കണ്ട. ചന്ദ്രമതി ഇത് ഇന്നലൊന്നും പറയാൻ തുടങ്ങിയതൊന്നുമല്ലല്ലോ, ഇത് കേൾക്കാൻ തുടങ്ങിയതൊന്നുമല്ലല്ലോ, അതൊന്നും കുഴപ്പമില്ല എന്നൊക്കെ പറയും. എന്നിട്ട് അതവിടെ കഴിയും. അപ്പോഴത്തേക്കാണ് നമ്മുടെ സച്ചി വരും, ഗേറ്റ് തുറന്നുകൊണ്ട് വരും. എന്നിട്ട്
അപ്പോൾ സച്ചിയെ കണ്ടപ്പോൾ രേവതിയുടെ അമ്മയും ഒക്കെ ഇങ്ങനെ എന്താ പറയുക പഴയ കാര്യങ്ങളൊക്കെ മറന്ന് ഒന്ന് സംസാരിക്കാൻ വേണ്ടി തന്നെ കാര്യങ്ങൾ പറയാൻ വേണ്ടി തന്നെയാണ് നിന്നത്. പക്ഷേ സച്ചി ഒരു മൈൻഡും ആക്കിയില്ല, നേരെ അങ്ങ് ഉള്ളിൽ കയറിപ്പോയി. സച്ചിന്ന് അവരെ വിളിച്ചെങ്കിലും സച്ചി അതൊന്നും മൈൻഡ് ആക്കിയില്ല, ഉള്ളിൽ കയറിപ്പോയി. എന്നിട്ട് രേവതി ഇങ്ങനെ അതൊന്നും പറഞ്ഞില്ല. ദേവ് പറയും സച്ചിയേട്ടനൊന്നും അമ്മ പറയുന്നത് കേൾക്കാൻ പോലും ഒന്നും നിന്നില്ലല്ലോ എന്ന് പറയും. രേവതി പറയും നിങ്ങൾ പോയിക്കോ, ഞാൻ നാളെ രാവിലെ തന്നെ അങ്ങ് എത്തിക്കോളാം, പോയിക്കോ ഒന്നും കാര്യമാക്കണ്ട എന്നുള്ള രീതിയിൽ രേവതി പോയിക്കോ എന്ന് പറയും. അവരങ്ങനെ പോവും. രേവതി ഉള്ളിൽ വരും. എന്നിട്ട് സച്ചി അപ്പോൾ രവിയച്ഛൻ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടാവില്ല. രവിയച്ഛൻ അവിടെ ഉണ്ടാവും. മറ്റേ സോഫയിലിരുന്നിട്ട് സച്ചി ഇങ്ങനെ അപ്പോൾ അച്ഛൻ പറയും, രവിയച്ഛൻ പറയും രേവതിയുടെ അമ്മയും ദേവും ഇപ്പോഴാണ് വന്നത്, നീ കണ്ടിട്ടുണ്ടാവില്ല ഇപ്പോഴാണ് ഇറങ്ങിയെന്ന് പറയും. അപ്പോൾ സച്ചി പറയും ഞാൻ കണ്ടിരുന്നു എന്നിങ്ങനെ പറയും. രേവതിയും അടുത്ത് തന്നെ ഉണ്ടാവും. എന്നിട്ട് അവരെന്തിനാണ് വന്നതെന്ന് ഇങ്ങനെ ചോദിക്കും. അപ്പോൾ രവിയച്ഛൻ പറയും നീ അപ്പോൾ അവരോട് സംസാരിച്ചില്ലേന്ന് ചോദിക്കും. അപ്പോൾ സച്ചി പറയും ഇല്ല എന്ന് പറയും. എന്നിട്ട് ഇങ്ങനെ കാര്യങ്ങൾ പറയും, അവളുടെ അച്ഛൻ്റെ ആണ്ടാണ് നാളെന്ന് ഇങ്ങനെ പറയും, നീ അവിടെ വേണം, അതിനുവേണ്ടി ക്ഷണിക്കാൻ വേണ്ടി വന്നതെന്നൊക്കെ പറയും. അപ്പോൾ സച്ചി ഇങ്ങനെ ഒരു വർഷമായല്ലേ നിങ്ങളെ രീതിയിൽ ഇങ്ങനെ, അപ്പോൾ അവനൊരു ചെറിയൊരു ഇമോഷണൽ മനസ്സിൽ തട്ടും. എന്നിട്ട് നീ അവിടെ വേണം, നീ അവിടെ നാളെ പോകണം, നീ അവിടെ മുന്നിൽ നിന്ന് എല്ലാ കാര്യവും ചെയ്യുമെന്നൊക്കെ പറയും. സച്ചി പറയും ഇല്ല അച്ഛാ ഞാൻ പോവില്ല, എനിക്ക് നാളെ ട്രിപ്പ് ഉണ്ടെന്ന് പറയും, ജോലി ഉണ്ടെന്ന് പറയും. അപ്പോൾ രവിയച്ഛൻ എപ്പോഴും തന്നെ രവിയച്ഛൻ പറയും അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, ജോലിയേക്കാൾ വലുതല്ലേ ഇതാണ് ജോലിയാണോ വലുതെന്നുള്ള രീതിയിൽ ചോദിക്കും. എന്നിട്ട് സച്ചി പറയും പറ്റില്ല, ഒഴിവാക്കാൻ പറ്റില്ല, എനിക്ക് ട്രിപ്പ് ഉണ്ടെന്ന് പറയും. പക്ഷേ രവിയച്ഛൻ പറയും അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, നീ നാളെ എന്തായാലും പോയേ പറ്റുള്ളൂ, ട്രിപ്പൊക്കെ ഒഴിവായിക്കോ, വേറെ ആളെ ഏൽപ്പിച്ചോ, നീ നാളെ എന്തായാലും പോയേ പറ്റുള്ളൂ, നീ വേണം മുന്നിൽ നിന്ന് എല്ലാ കാര്യങ്ങളും ചെയ്യാന്നുള്ള രീതിയിൽ പറയും. എന്നിട്ട് സച്ചിവിനൊന്നും പറയാതെ അങ്ങ് അടുക്കളയിലേക്ക് പോകും. എന്നിട്ട് അടുക്കളയിൽ പോയിട്ട് അവൻ ഇങ്ങനെ ആലോചിക്കും. പെട്ടെന്ന് രേവതി വരും. അപ്പോഴത്തേക്കും അവന് വെള്ളം കുടിക്കുന്ന പോലെയാക്കും. എന്നിട്ട് രേവതി പറയും നിങ്ങൾക്ക് എന്താ പ്രശ്നം, നിങ്ങളുടെ പ്രശ്നം എന്താണെന്ന് ചോദിക്കും. അപ്പോൾ സച്ചി പറയും എന്ത് പ്രശ്നം, എനിക്കൊരു പ്രശ്നമില്ല എന്നിങ്ങനെ പറയും. എന്നിട്ട് നിങ്ങളുടെ ദേഷ്യം എന്തിനാണ് അവരോട് കാണിച്ചത്, മറ്റുള്ളവരോട് എന്തിനാണ് കാണിക്കുന്നത്, വീട്ടിൽ വരുന്നവരോട് എന്തിനാണ് നിങ്ങൾ ദേഷ്യം കാണിക്കുന്നത്, നിങ്ങളുടെ ദേഷ്യം എന്നോട് കാണിക്കുക, എന്നോടുള്ള ദേഷ്യം എന്നോട് കാണിക്കുക, എന്തിനാണ് അവരോട് കാണിക്കുന്നത്, അവർക്ക് എത്ര സങ്കടമായിട്ടുണ്ട്. കുറച്ച് മുന്നേ നിങ്ങളുടെ അമ്മ എന്തൊക്കെയോ പറഞ്ഞിട്ട് അപമാനിച്ചിട്ട്, എൻ്റെ അച്ഛനെക്കുറിച്ച് പറഞ്ഞിട്ടൊക്കെ അമ്മയെ അപമാനിച്ചു, ഇപ്പം നിങ്ങളൊന്നും മിണ്ടാതെ അമ്മയെ അപമാനിച്ചു, അവർക്ക് എത്ര വിഷമമായിട്ടുണ്ടാവുമെന്ന് അറിയാം. അവർക്ക് നിങ്ങൾ അങ്ങനെയൊക്കെ ചെയ്തെങ്കിലും നിങ്ങൾക്ക് വേണ്ടുന്ന ബഹുമാനമൊക്കെ റെസ്പെക്റ്റൊക്കെ അവർ തരുന്നുണ്ട്, അമ്മയും ദൈവവും ഒക്കെ തരുന്നുണ്ട്, അവരങ്ങനെ കാണുന്നുള്ളൂ നിങ്ങളാ. പക്ഷേ നിങ്ങൾ അങ്ങനെയല്ല, നിങ്ങൾ തിരിച്ചങ്ങനെ കാണുന്നില്ല, അവർക്ക് എന്തുമാത്രം വിഷമം ഉണ്ടായിട്ടുണ്ടാവുമെന്ന് അറിയാം. അതൊക്കെ നിങ്ങൾ ആലോചിക്കുക, നിങ്ങൾ തിരിച്ചും ആ ഒരു സ്നേഹവും ബഹുമാനമൊക്കെ കൊടുക്കാൻ വേണ്ടി നോക്ക്, പരിശ്രമിക്കുന്നതൊക്കെ ഇങ്ങനെ പറയാണ്. എന്നിട്ട് നാളെ ആണ്ടിന് നിങ്ങൾ വരില്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ സച്ചി ഇങ്ങനെ നോക്കും, എന്തായാലും വരണം, വന്നില്ലെങ്കിൽ അവർക്ക് വിഷമാവും എന്നുള്ള രീതിയിൽ രേവതി ഇങ്ങനെ പറയും. എന്നിട്ട് ആ ഒരു സീൻ അവിടെ കഴിയും. പിന്നെ രാവിലെയാവും, അതായത് ആണ്ടിൻ്റെ ആ ഒരു ദിവസത്തിൻ്റെ രാവിലെയാവും, എല്ലാം റെഡിയാക്കി വെക്കുന്നുണ്ടാവും. എല്ലാം റെഡിയായി, സംഭവങ്ങളൊക്കെ റെഡിയായി, ആരും വന്നില്ല, ഷർട്ടൊക്കെ അവിടെ ഇരുന്നിട്ടുണ്ട്. എന്നിട്ട് വേറെ അയൽപക്കത്തുള്ള ആൾക്കാരൊക്കെ വരും. നമ്മളാണോ ആദ്യം വന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കും. അപ്പോൾ അതേ എന്നൊക്കെ പറയും. എത്ര പെട്ടെന്ന് ഒരു വർഷം പോയെന്നൊക്കെ ഇങ്ങനെ പറയും. അവർക്ക് സങ്കടവും അതൊക്കെ പറയുന്ന നിൽക്കുമ്പോൾ അതൊക്കെ നോർമലായിട്ട് പോകുന്ന കാര്യങ്ങൾ. പിന്നെ സച്ചി വന്നില്ലേ എന്നിങ്ങനെ ചോദിക്കും. അപ്പോൾ രേവതി പറയും ഇല്ല വന്നില്ല എന്ന് പറയും. അപ്പോൾ അവരങ്ങോട്ടും ഇങ്ങോട്ടും നോക്കും. എന്നിട്ട് പറയും, രേവതി പറയും വരും എന്നിങ്ങനെ പറയും. അപ്പോൾ ശരത്തിൻ്റെ മുഖത്താണ്, ശരത്ത് ഇങ്ങനെ വരും എന്ന് പറഞ്ഞപ്പോൾ ശരത്തിന് എന്തോ ഒരു പേടി പോലെയൊക്കെ ആയി. അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് കഴിയുന്നത് കേട്ടോ. താങ്ക് യു സോ മച്ച്.